ജനങ്ങൾ ആകെ അംഗീകരിക്കുന്ന നിലയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കും എന്ന നല്ല ഉറപ്പ് ജനങ്ങൾക്കുണ്ട്. ഇവിടെ നമ്മൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താ അറിയോ? താങ്കൾ നേരത്തെ നിജേഷിനോട് ചോദിച്ചു 5 കാര്യം പറയണമെന്ന്. സത്യത്തിൽ നിജേഷ് പറഞ്ഞ 5 കാര്യങ്ങൾ മുല്ലപ്പള്ളിയുടെ കാര്യമാണ്, മുരളീധരന്റെ കാര്യമല്ല. ഇഗ്നോന്റെ കാര്യം മുല്ലപ്പള്ളിയുടെ കാര്യമാണ്, മുരളീന്റെ കാര്യമല്ല. നോക്ക്, CRPF ക്യാമ്പ് മുല്ലപ്പള്ളിയുടെ കാലത്ത് നടക്കാതെ പോയ കാര്യമാണ്. അല്ലാതെ ഇവിടെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ നല്ല വിശ്വാസമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. മുല്ലപ്പള്ളി എന്താ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചെയ്ത കാര്യങ്ങൾ അല്ല, ചെയ്യാത്ത കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യാതെ ഇട്ടുപോയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ചെയ്യും എന്ന് വീണ്ടും പറയുകയാണ്. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. സ്ഥലമേറ്റെടുത്ത് കൊടുത്തു, അവിടെ ഒരു ചുക്കും ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അരുൺ ഉൾപ്പെടെ അറിയാം, പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 42 ഏക്കർ കണ്ണായ സ്ഥലമാണ് ഈ പറഞ്ഞ CRPF ക്യാമ്പിന് കൊടുത്തത്. അവിടെ ഒരു പൂച്ചക്കുട്ടിയും വന്നില്ല. അവിടെ ഒരു എന്താണ് സാറ്റലൈറ്റ് സിറ്റിയോ എന്തോ വരുന്നു പറഞ്ഞിരുന്നു. അങ്ങനെ വല്ലാത്ത ചില പേരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കളഞ്ഞാണ്. അവിടെ ഇപ്പൊ പട്ടി വെറ്റ് കിടക്കുകയാണ്. ആ വഴിക്ക് മുരളീധരൻ പോയിട്ടില്ല. മുരളീധരൻ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യമായി ചോദിച്ചപ്പോ പറഞ്ഞത്. മുരളീധരൻ എപ്പോ ഉണ്ട്, എവിടെയുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഇപ്പൊ മണിപ്പൂർ തന്നെ ലീഗുകാരെടുത്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ വംശഹത്യ നടക്കുമ്പോൾ ആ വംശഹത്യയെ വിമർശിക്കുന്നതിന് പകരം അതും ഇടതുപക്ഷത്തിന്റെ നേരെ ചാർത്താമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ അരുണ് തന്നെ നേരത്തെ ഒരു കാര്യം, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ക്യാമറ ഓൺ ആയിട്ടില്ല, പക്ഷേ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. അരുണ് പറയാണ് ഒരു ദാരുണമായ ഒരു മരണം സംഭവിച്ചു, അതുകൊണ്ട് നമുക്ക് സംശയം വൈകുന്നു പറഞ്ഞപ്പോ കൈയടിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ. അരുണ് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു മരണം എന്ന് പറഞ്ഞപ്പോ കൈയടിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ, UDFകാർ. അരുൺ അംഗീകരിക്കുന്നുണ്ടോ അത്? അല്ല, ഞാനത് കമന്റ് ചെയ്യില്ല. ഓഫ് റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കമന്റ് ചെയ്യില്ല. ഞാനത് സൗഹൃദത്തിന് പുറത്ത് പറഞ്ഞ കാര്യമാണ്, അത്രേ ഉള്ളൂ. അല്ല, വിട്ടേക്ക്. അരുണ് പറഞ്ഞതിനല്ല ഞാൻ പറഞ്ഞത്. അരുണ്, നമ്മൾ ലോകത്ത് എവിടെയായാലും ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കൈയടിക്കുമോ? അരുൺ പറയും, കൈയടിക്കുമോ? അല്ല, മരണം സംഭവിക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, സർക്കാരിന്റെ സാർ, നിങ്ങൾക്കൊരു വനംവകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, AK ശശീന്ദ്രൻ. മയക്കുവെടി ഏറ്റതുപോലെ നടക്കുന്നൊരു മന്ത്രിയാ. മയക്കുവെടി ഏറ്റതുപോലെ ഒരു മന്ത്രി നടക്കുക. അല്ല, AK ശശീന്ദ്രൻ പോയോ വയനാട്ടിൽ? എപ്പോഴാ പോയത്? ശശീന്ദ്രൻ പോയി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചില മന്ത്രിമാർ അവിടെ പോയിട്ടുണ്ട്. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഫണ്ട് തരാതിരുന്നതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ ചോദ്യം ബാക്കിയുണ്ട്. തണ്ണീർക്കൊമ്പൻ വരുന്നതിന്റെ അത്ര പോലും ഈ വനവകുപ്പ് മന്ത്രി ഈ വയനാട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ. എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. വനമേഖലയിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണമുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം നൽകിയതും വന സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വനമേഖലയിലും ആദ്യമായിട്ടാണ്. പക്ഷേ അരുൺ ഉൾപ്പെടെ ഇപ്പൊ വൈകാരികമായത് അരുണ് പറയട്ടെ. അല്ല, അരുണ് കരുതിയത് ഞാൻ അരുണ് പറഞ്ഞ കാര്യത്തെയാണ് വിമർശിച്ചതെന്നാണ്. ഇവിടെയുള്ള ആളുകൾ ഓൺ ചെയ്യുന്നു. കേരളത്തിലെ UDF മരണത്തിൽ കൈയടിക്കുന്നവരാണ്. അതിൽ രാഷ്ട്രീയ നേട്ടം കാണുന്നവരാണ്. ശരി ശരി